ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ലോകത്തെല്ലാം ഊർജ പ്രതിസന്ധി നിലനിൽക്കുന്ന ഈ ഘട്ടത്തിൽ ഇന്ത്യക്ക് വലിയ ആശ്വാസം നൽകുന്ന വാർത്തയാണ് ഇറാനിൽ നിന്ന് വരുന്നത്. ഇറാന്റെ വിദേശകാര്യ മന്ത്രി അബ്ബാസ് അറാഖ്ജിയുടെ പ്രസ്താവനയിലാണ് ഇന്ത്യക്ക് പ്രത്യേകമായ ആശ്വാസം നൽകുന്ന ചില പ്രസ്താവനകൾ ഉണ്ടായിരിക്കുന്നത്. പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം മുഹ്തമൂന ബി മുവാസലത്തിൽ അമലി ഫി മജാലി ത്വാഖ മഅൽ ഹിന്ദ്, ഇന്ത്യയുമായി ഊർജ മേഖലയിൽ ഒരുമിച്ച് പ്രവർത്തിക്കാൻ ഞങ്ങൾ താല്പര്യപ്പെടുന്നുണ്ട് എന്ന ഒരു പ്രസ്താവനയാണ് അബ്ബാസ് അറാഖ്ജി പറഞ്ഞിരിക്കുന്നത്. ലോകത്ത് പല രാഷ്ട്രങ്ങൾ ഉണ്ടെങ്കിലും ഇറാൻ പ്രത്യേകമായി എടുത്തു പറഞ്ഞത് ഈ ഒരു വിഷയത്തിൽ ഇന്ത്യയാണ്. ഇത് അൽ ജസീറ ഇന്ന് റിപ്പോർട്ട് ചെയ്ത ന്യൂസ് ആണ് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തേത് ഞങ്ങളോട് യുദ്ധത്തിന് വന്ന രാഷ്ട്രങ്ങളുടെ കപ്പലുകൾ ഒഴികെ ബാക്കിയുള്ള കപ്പലുകൾക്കെല്ലാം ഇപ്പോൾ ഹോർമസ് കടലിടുക്ക് തുറക്കപ്പെട്ടിരിക്കുകയാണ്. ഏത് കപ്പലുകളും ഞങ്ങൾ അനുവദിക്കുന്ന കപ്പലുകൾ ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നു പോകുമ്പോൾ ഞങ്ങളുടെ സൈന്യവുമായി കോർഡിനേറ്റ് ചെയ്യാൻ അനിവാര്യമാണ് എന്ന് പറഞ്ഞാൽ ആ കപ്പലുകൾക്ക് ടോൾ നൽകി സുരക്ഷിതമായി പോകാമെന്നർത്ഥം. രണ്ടാമത്തെ കാര്യം പറഞ്ഞിരിക്കുന്നത് ഈ യുദ്ധം അവസാനിക്കുന്നതോടുകൂടെ അതിക്രമം, അമേരിക്കയും ഇസ്രയേലും ആരംഭിച്ച ഈ അതിക്രമങ്ങൾ എന്ന് അവസാനിക്കുമോ ആ സമയത്ത് തന്നെ ഹോർമുസ് കടലിടുക്ക് ശാന്തമാകുമെന്നാണ് പറയുന്നത്. കപ്പലുകൾക്ക് സുരക്ഷിതമായ നീക്കുപോക്കുകൾക്ക് എല്ലാ കാര്യങ്ങളും ഒമാനുമായി ചേർന്നുകൊണ്ട് ഞങ്ങൾ അതിന്റെ കാര്യങ്ങൾ തീരുമാനിക്കുമെന്നാണ്. ഒമാനുമായി ചേർന്ന് തീരുമാനിക്കുക എന്ന് പറഞ്ഞാൽ ഈ ഹോർമുസ് കടലിടുക്കിന്റെ 2 ഭാഗത്ത് നിൽക്കുന്നത്, ഒരു ഭാഗത്ത് ഒരു തീരം ഒമാനാണ്, രണ്ടാമത്തത് ഇറാനാണ്. അവിടെ ഒരു ടോൾ പിരിവ് നടത്തുന്ന ഘട്ടത്തിൽ അത് ഒരു രാഷ്ട്രത്തിന് മാത്രമല്ല 2 രാഷ്ട്രങ്ങൾക്കും അവകാശപ്പെട്ടതാണ്. അതായത് തീരപ്രദേശങ്ങളിലുള്ള കടൽ ഭാഗം ആ രാഷ്ട്രങ്ങളുടേതാണ് എന്ന് പറയുന്ന ഐക്യരാഷ്ട്രസഭയുടെ ആർട്ടിക്കിൾ 34 ഈ നിയമപ്രകാരം ഒമാനിനും ഇറാനും ഒരുപോലെ അവകാശപ്പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒമാനുമായി കോർഡിനേറ്റ് ചെയ്തിട്ടായിരിക്കും ആ കാര്യങ്ങൾ ഞങ്ങൾ കൊണ്ടുവരിക. എന്തായാലും ടോൾ പിരിക്കുക എന്ന കാര്യത്തിൽ ഇറാൻ ഒരു വിട്ടുവീഴ്ചക്കും തയ്യാറല്ല എന്നതാണ് ഇതിലൂടെ ഓർമ്മപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ അടുത്ത കാര്യം പറഞ്ഞിരിക്കുന്നത് മൗദൂ അൽ യുറാനിയം അൽ മുഹസ്സബ്, സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിന്റെ വിഷയം, സമ്പുഷ്ടീകരിച്ച യുറേനിയവുമായി ബന്ധപ്പെട്ട വിഷയം അത് സങ്കീർണമാണ്. ആ കാര്യം വളരെ സങ്കീർണമാണ്. അത് പിന്നീടുള്ള ഒരു സമയത്തേക്ക് ഞങ്ങൾ അതിന്റെ ചർച്ചകളെ നീട്ടിവെച്ചിരിക്കുകയാണ്. ഇല മർഹലത്തിൻ ഉഖ്റാ മിനൽ മുഫാവദാത്ത്, ചർച്ചകളിൽ മറ്റൊരു ഘട്ടത്തിലാകാമെന്നാണ് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അമേരിക്കയും ഇസ്രായേലും ആദ്യം ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഇറാന്റെ സമ്പുഷ്ടീകരിച്ച യുറേനിയമാണ്. യഥാർത്ഥത്തിൽ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഈ യുദ്ധം ആരംഭിക്കുന്ന ഘട്ടത്തിൽ ഇസ്രായേലിന്റെയും അമേരിക്കയുടെ മുന്നിലുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഒന്ന് സമ്പുഷ്ടീകരിച്ച യുറേനിയമാണ്, അതുപോലെ ഇറാന്റെ ആണവ റിയാക്ടറുകളാണ്, മിസൈൽ സംവിധാനങ്ങളാണ്. ഇപ്പൊ ഈ കാര്യങ്ങളിലൊന്നും ചർച്ചയില്ല. ചർച്ച പ്രധാനമായും സമ്പുഷ്ടീകരിച്ച 450 കിലോഗ്രാം വരുന്ന യുറേനിയത്തെ കുറിച്ചാണ്. അതേസമയത്ത് അവരുടെ ന്യൂക്ലിയർ ഫെസിലിറ്റികളെ കുറിച്ചോ അതല്ലെങ്കിൽ മിസൈൽ സംവിധാനങ്ങളെ കുറിച്ചോ ചർച്ച ചെയ്യുന്നതിലേറെ അവരുടെ മുന്നിൽ ഗുരുതരമായ വിഷയം ഈ 450 കിലോഗ്രാം വരുന്ന യുറേനിയം അത് വാർഹട്ടുകളായി, യുദ്ധ മിസൈലുകളിലെ വാർ മുനകളായി അത് എപ്പോൾ മാറും എന്ന പേടിയാണ്, ആശങ്കയാണ് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും മുന്നിലുള്ളത്. എന്നാൽ ആ കാര്യങ്ങളെ കുറിച്ച് മാത്രമായി ഇപ്പോൾ പരിമിതപ്പെടുകയാണ് ഇസ്രായേലും അതുപോലെ അമേരിക്കയും. എന്നാൽ ആ കാര്യമാവട്ടെ ചർച്ച ചെയ്യുന്നത് അവസാന ഘട്ടത്തിലേക്ക്, അതായത് ഇറാന്റെ അവകാശങ്ങളെല്ലാം അംഗീകരിച്ചതിന് ശേഷം അവസാന ഘട്ടത്തിൽ മാത്രമായി ഒതുങ്ങുകയാണ് ഈ യുറേനിയത്തിന്റെ ചർച്ച. കാരണം ഈ ചർച്ച ആദ്യം നടത്തിക്കഴിഞ്ഞാൽ പിന്നീട് അമേരിക്ക ഇറാന്റെ മറ്റുള്ള അവകാശങ്ങൾ അംഗീകരിക്കുകയില്ല. ഹോർമുസ് കടലിടുക്ക് അതുപോലെ തന്നെ അവരുടെ ഉപരോധങ്ങൾ, ഈ വിഷയത്തിനൊക്കെ പരിഹാരമുണ്ടായതിനു ശേഷം മാത്രമേ ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരിച്ച എൻറിച്ച്ഡ് യുറേനിയത്തിലേക്ക് കടക്കുകയുള്ളൂ എന്നാണ് ഇന്ന് അബ്ബാസ് അറാഖ്ജി പറഞ്ഞിരിക്കുന്നത്.